ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതൊരു വെനസ്ഡേയിലത്തെയും ഒരു സൺഡേയിലത്തെയും വ്ളോഗ് ക്ലിപ്സ് മിക്സ് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു രാവിലെ അല്ല, ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഫ്ലേവേർഡ് യോഗേർട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് അത് കഴിച്ചിട്ട് വേണ്ടി ഇറങ്ങുകയാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ധൃതി പിടിച്ചിട്ട് കോളേജിലേക്ക് പോവാണ് കേട്ടോ. കോളേജിലേക്ക് പോകുന്നതും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജിലൊക്കെ ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എന്തൊക്കെ സർപ്രൈസാണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ് കേട്ടോ ഷെസൂൻ്റെ. അപ്പോൾ അവൻ ഓടി വന്നിട്ട് ചോക്ലേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്ന അവനെ ഓർക്കുന്നില്ല, എന്തോ ഒരു സംഭവം അവനവിടെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും ചോദിച്ചിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന പാടെ തന്നെ ഞാൻ വിചാരിച്ചു പഫ്സ് ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്ന ഓരോ റെസിപ്പീസും ട്രൈ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ചെയ്തിട്ട് ഫ്ലോപ്പായി എന്നല്ല, എന്നാലും പെർഫെക്റ്റായിട്ട് വരാത്തൊരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റെസിപ്പി മാത്രമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഫുൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാ ബാറ്ററും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. എന്നാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന രീതിയും അതിൻ്റെ മെത്തേഡും സ്റ്റെപ്സും ഒക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ചെയ്യാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ കംപ്ലീറ്റ് ആ പഫ്സിൻ്റെ ആ ഒരു സംഭവം ഇങ്ങോട്ട് മാറിക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മൈദയും ഉപ്പും അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് ഇപ്പോൾ ഓർക്കുന്നില്ല. എന്നിട്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അതൊന്ന് മിക്സ് ആക്കി എടുക്കായിരുന്നു. എനിക്ക് ഏറ്റവും മറ്റുള്ള ഒരു കാര്യമാണ് ഈ മൈദ കുഴയ്ക്കാന്നുള്ളത് കേട്ടോ. ഇതേപോലെ മൈദയിലേക്ക് കൈ കുത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒട്ടലൊക്കെ ആയിരിക്കും. നമുക്ക് ഒട്ടും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്കായിരിക്കും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. അപ്പം ഞാനതൊക്കെ ജസ്റ്റൊക്കെ ക്ഷമിച്ച് നിന്നുകൊണ്ട് എന്തായാലും പഫ്സ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. എന്തായാലും മൈദയുടെ ഈ ഒരു പരുവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും റെഡിയാവാൻ പോകുന്നില്ല എന്ന്. ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് നേരെ സ്ലാബിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കുറേ പൊടിയൊക്കെ വീണ്ടും തളിച്ചിട്ട് അങ്ങനെ ഒരു കണക്കിന് ഞാൻ ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് കട്ട് ചെയ്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഫുൾ ഓയിൽ നല്ലോണം മുങ്ങി നിൽക്കണം കേട്ടോ. അങ്ങനെ കുറച്ചിട്ട് നമ്മൾ വയ്ക്കണം, എന്നാലാണ് അതിൽ നന്നായിട്ട് ആ ഒരു മാവ് സോഫ്റ്റായിട്ട് വരുള്ളൂ. മാവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മസാലയും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തെ മേളിൽ മുട്ട ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് വന്ന് ലാസ്റ്റ് ഞാൻ നേരെ ഓവനിലേക്ക് വെച്ചിട്ട് ഫ്രൈ ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓവനിലേക്ക് വെച്ചപ്പോൾ ഞാൻ പിന്നെ ചെയ്ത വേറൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഞാനത് ബേക്ക് ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. കൂടുതലും പഫ്സ് ഉണ്ടാക്കുമ്പോൾ ബേക്കല്ല, ഞാനിപ്പോഴും അതിൻ്റെ ഒരു പേര് മറന്നുപോയി, ഓർക്കുകയാണെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു ഓപ്ഷനായിരുന്നു ഇടേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂറോളം വച്ചിട്ടും ഈ സംഭവം കുക്കായി വരാതെ കണ്ടപ്പോഴാണ് ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഓപ്ഷനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതേപോലെ എല്ലാം ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി
ഒക്കെ ക്ലീനാക്കി വെച്ചു. എന്നിട്ട് അതിന് ശേഷം പിന്നെ ചെന്ന് മസാലയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എഗ്ഗിൻ്റെ പഫ്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചിക്കനിലേക്ക് ഇടുന്ന സെയിം മസാല അങ്ങനെ തന്നെ ആക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതും അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാം. അതാണ് ഞാൻ മസാല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും കാര്യമായിട്ട്, അതായത് പ്രോപ്പറായിട്ടൊന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലുള്ള ആദ്യത്തെ ആ വ്യൂസും സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഒന്നും കിട്ടാറില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കാം. കാരണം സെമ്മ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സെമ്മിൻ്റെ ആ ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് സെമ്മ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അസൈൻമെൻറ്റ്സും അതേപോലെ മിഡ് ടേം എക്സാംസും ഒക്കെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തിരക്കിലൊക്കെയാണ്. തിരക്ക് മീൻസ് പഠിക്കാനോ എഴുതാനൊന്നുമല്ല, ഈ അസൈൻമെൻറ്റ്സിൻ്റെ ആ ഒരു ഇതിന് എണീക്കാൻ നേരമില്ല കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് സെയിം ഡെയിലി ഒരേ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് കാണിക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും Q&A വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി പുറകെ വരാനുണ്ട്. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ എനിക്ക് തോന്നണം എന്നാൽ ഈ ഒരു Q&A വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിക്കണം. ആ ഒരു സമയത്ത് ഇടാൻ വേണ്ടി വെച്ചേക്കാണ്. എന്തായാലും ഇപ്പോൾ ചാനലൊന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ് കേട്ടോ. കാരണം അറിയാമല്ലോ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ വരണം. അപ്പോൾ വീഡിയോ ഇടൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചൊക്കെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എന്തായാലും സമയം കിട്ടുന്ന പോലെ എന്തിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിൽ വരുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ചിക്കൻ്റെ സെയിം മസാലയാണ്, മീൻസ് ചിക്കൻ കറി വയ്ക്കുന്ന സെയിം മസാല തന്നെയാണ് ഞാൻ ഇതിനകത്ത് ആക്കുന്നത്. ഡ്രൈ ആക്കുന്നതെന്നുള്ളൂ. അങ്ങനെയെല്ലാം ആക്കി. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരാളുടെ വേണ്ടിയിൽ അത് വേറെ എന്തോ സംഭവമായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. സർപ്രൈസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഫ്സ് തരാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് അത് വേറെ എന്തോ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ കുറേ നേരം ഞാൻ ഓയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ അത് പരന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മാക്സിമം എത്രയും തിക്കാക്കാൻ പറ്റുമോ അത്രയും തന്നെ തിക്കാക്കണം. പിന്നെ അത് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യണ്ടേ. ഞാൻ ഈ പറയുന്ന റെസിപ്പി എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. ലാസ്റ്റത്തെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് എടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇൻക്ലൂഡ് ആക്കുന്നതാണ്. കാരണം ഫസ്റ്റ് ടൈം പഫ്സ് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് ഈ ഒരു പറ്റി കുറേ നാൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തമാശയായിട്ട് വന്നാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡാക്കി വയ്ക്കുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഫ്ലോപ്പായ കഥ എനിക്കിതിനകത്ത് ഇൻക്ലൂഡ് ആക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ നെഗറ്റീവ്സും അതിൻ്റെ കുറേ അപ്സ് ആൻഡ് ഡൗൺസൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ഷേപ്പിനാക്കിയിട്ട് അതിൻ്റെ അകത്ത് മസാല വെച്ചിട്ട് നമ്മുടെ പഫ്സിൻ്റെ ഷേപ്പിന് മടക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് തോന്നുന്നു 200 അതിനകത്താണ് തോന്നുന്നു പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ ഓവൻ വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റൗ ടോപ്പിൻ്റെ അടിയിലുള്ള ആ ഒരു ഓവനാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൈക്രോവേവ് ആണ്, പിന്നെയാണ് സ്റ്റൗ ടോപ്പിൻ്റെ അടിയിലത്തുള്ള ഓവൻ യൂസ് ആക്കിയത്. അപ്പോൾ കുറേ മാറി മാറി ഇത് വർക്കാവാതെ വന്നപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്ന സെറ്റിങ്സൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായത്.
ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പപ്സും ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു. അത്രയും ആക്കിയപ്പോൾ ഒരു 5 പഫ്സിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ ഓവനിൽ വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ബേക്കിന് പകരം കൺവെക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു. അതാണ് കൂടുതൽ നമ്മൾ പഫ്സിന് വയ്ക്കാറ്. അപ്പോൾ അതായിരുന്നു വയ്ക്കേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ ആദ്യം പോയി ബേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓവനിൽ സെറ്റാക്കിയിട്ട് കുറേ ആയി ഷെസൂന് ലുഡോ കളിക്കണം എന്ന് പറയുന്നു കേട്ടോ. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ ലുഡോ ആണ് കേട്ടോ. അടിപൊളി സാധനമാണ്. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ടൈസ് പുറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അത് കുറച്ച് നേരം അവിടെ കളിച്ചുകൊണ്ടിരുന്നു. കാര്യം ഇവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊക്കെ ഭ്രാന്ത് പിടിക്കും കേട്ടോ. കാരണം എല്ലാ സമയത്തും അവനിക്ക് തന്നെ ആ ടൈസ് പ്രസ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ അറിയാലോ. പിന്നെ അതേപോലെയൊക്കെ കുറേ നേരം കളിച്ചു. അവൻ എന്തൊക്കെയോ കാട്ടിയിട്ട് അവൻ തന്നെ കോമഡി അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ കളിച്ചാലും ഞാൻ കളിച്ചാലും ഡൈസ് പ്രസ് ചെയ്യണതും അതിൻ്റെ ആ കരു മാറ്റി കളിക്കുന്നതൊക്കെ എല്ലാം അവൻ തന്നെയാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് അവൻ്റെ കൂടെ ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹേസി കണ്ടീഷനായിരുന്നു കേട്ടോ നമ്മുടെ വെതർ എന്ന് പറയണത്. പിന്നെ ചെറുതായിട്ട് സ്നോയും വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ദിക്കാക്ക വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ആരോ ഫ്രണ്ടിനെയോ ആരോ കണ്ടിട്ട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്ക വന്ന് കയറിയപ്പോൾ തന്നെ ഞാനവിടെ എന്തായാലും ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ജസ്റ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ അങ്ങനെ കഴിക്കലില്ല. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആൾ അപ്പോൾ തന്നെ ചിലപ്പോൾ കഴിക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴാണ് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് എല്ലാം ചൂടാക്കി വെച്ചതാണ്. അപ്പോൾ പിന്നെ ആ പണി എനിക്ക് കഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പപ്സും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്സ് റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ മുട്ട ബ്രഷ് ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് മറന്നുപോയ കാര്യം ഞാൻ അറിയണം കേട്ടോ. പിന്നെ ആ ഒരു ഷേപ്പ് നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മൈൻഡും പോയിട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ഒരു വ്ളോഗാണ്. പിറ്റേ ദിവസമല്ല, ഒരു സൺഡേ രാവിലെ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം കിട്ടിയ പോലെ തോന്നി കേട്ടോ. കാരണം മറ്റേത് സൺഡേ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ നല്ല ലേറ്റായിട്ട് എണീക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഇക്കാക്ക മറിമായും സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി കുറേ നേരം സംസാരിച്ചു. രാത്രി ഒരു 1 മണി 1:30 ആയപ്പോൾ റിട്ടേൺ വരുന്നത്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അവൻ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവൻ്റെ ബർത്ത്ഡേയുടെ കേക്കും കട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഒരു 1-2 മണിയൊക്കെ ആയപ്പോഴേക്കും നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം 4 മണിക്ക് ഷിഫ്റ്റിന് കയറാനുണ്ട്. പിന്നെ ഞങ്ങൾ ധൃതി പിടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാലും എടുക്കണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി മറന്നു പോകും. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മെയിനായിട്ടും ഈ വീഡിയോസൊന്നും എനിക്ക് കംപ്ലീറ്റ് എടുക്കാൻ പറ്റാണ്ടിരുന്ന കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.